എന്റെ തോന്നലാണ്, ചിലപ്പോ ശരിയായിരിക്കും തെറ്റായിരിക്കും. വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് സ്ത്രീകള് എഫേർട്ട് എടുത്ത് അടുക്കളക്കകത്ത് കുറെ ചെയ്യുന്നില്ലേ? ഓഹോ, അത് ശരി. നമ്മൾ കുറെ ഭക്ഷണം കുക്ക് ചെയ്യും. നമ്മൾ ചോറുണ്ടാക്കും, അതിന്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കും, പിന്നെ മീൻ വറുത്തം ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അതിനൊന്നും ഇല്ലേ ടീച്ചർ? മണിക്കൂറുകളാണ് അതിലേക്ക് പോകുന്നത്. സഹായിക്കുന്ന ഒരുപാട് ആണുങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ നാട്ടിലൊരു ടെൻഡൻസി ഉണ്ട്, ആണുങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു TV കാണും, അവർ വാർത്ത കാണും, ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. അവർ ഫ്രണ്ടിലിരിക്കും, നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പോ അത് ശരിക്കും ഇത്രയൊക്കെ വിഭവമായിട്ടായിരിക്കും കുറയ്ക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. പക്ഷെ എന്താണെന്നറിയാം മോളെ, അതിൽ ഞാൻ സമ്മതിക്കാം ടു എ സർട്ടൻ ലിമിറ്റ്. പക്ഷെ നമ്മുടെ കുഞ്ഞുനാള് മുതലേ നമ്മൾ ശീലിച്ചത് അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. എന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കോറം തികയ്ക്കാൻ വേണ്ടിട്ട്. അതെന്താ അറിയോ, ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ ഇതാണ്. അത് എനിക്കും ചില സമയം അങ്ങനെ തോന്നാറുണ്ട്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഡെയിലി ഇതുണ്ടാക്കുമ്പോഴേ അത് ഇഷ്ടല്ല ചേട്ടാ, കുക്കിംഗ് ഇഷ്ടല്ല ചേട്ടാ. ഒരു മാറ്റവും ഇല്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നോൺസെൻസ്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല ബട്ട് സ്റ്റിൽ അല്ലേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അല്ല അത് പിന്നെ ഇതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ദേർ. കുക്കിംഗ് ഇഷ്ടമാണ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, അത്രേ. താങ്ക് യു വെരി മച്ച് മോളെ. ഇനി എനിക്ക് വിശേഷം നവ്യടുത്ത് ഒരുപാട് ചോദിക്കാനുണ്ട്, പക്ഷെ എന്താ ചെയ്യാ, സമയം തീർന്നു പോവാ. എനിക്ക് ദേശത്തെ വഴിയേറി